തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ മുതൽ നിരവധി സർവേകളാണ് പുറത്തു വരുന്നത്. ഇപ്പോഴിതാ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും സൈക്കോളജിസ്റ്റുമായ സുർജിത് ഭല്ല പറയുന്നത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ മികച്ച പ്രകടനം ഇത്തവണ BJP നേടുമെന്നാണ്. BJPക്ക് 330 മുതൽ 350 വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ BJP നേട്ടമുണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് 330 മുതൽ 350 വരെ സീറ്റുകൾ സ്വന്തമായി ലഭിക്കാം. ഇത് BJPക്ക് മാത്രമാണ്. അതായത് സഖ്യകക്ഷികളെ ഉൾപ്പെടുത്താതെയുള്ള കണക്കാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രചരണം നടത്തുന്ന BJPക്ക് 2019 ഫലവുമായി താരതമ്യം ചെയ്യുമ്പോൾ 5 മുതൽ 7% വരെ സീറ്റുകൾ അധികമായി ലഭിച്ചേക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പ്രതിപക്ഷത്തെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിന് ഇത്തവണയും വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കില്ലെന്നും സുർജിത് ഭല്ല പറയുന്നുണ്ട്. പാർട്ടിക്ക് 44 സീറ്റുകൾ മാത്രമായിരിക്കും ലഭിക്കുക. അല്ലെങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ നേടിയതിനേക്കാൾ 2% കുറവ് സീറ്റായിരിക്കും കോൺഗ്രസിന് നേടാൻ സാധിക്കുകയെന്നും സാമ്പത്തിക വിദഗ്ധൻ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിപക്ഷ സഖ്യത്തിലെ പ്രശ്നം നേതൃത്വമാണ്. സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനം, നേതൃത്വമാണ് രണ്ടാമത്തേത്. ഇവിടെ രണ്ടും BJPക്ക് അനുകൂലമാണ്. പ്രതിപക്ഷം ജനശ്രദ്ധ നേടുന്നതോ അല്ലെങ്കിൽ അതിന്റെ സമീപത്തോ എത്തുന്നതോ ആയ ഒരു നേതാവിനെ തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ മികച്ച മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമായിരുന്നു. പരമ്പരാഗതമായി BJP ദുർബലമായ തമിഴ്നാട്ടിലും കേരളത്തിലും BJP ഇത്തവണ സീറ്റുകൾ നേടുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നുണ്ട്. എല്ലായിടത്തും തമിഴ്നാട്ടിൽ BJP 5-ൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിൽ 1-2 സീറ്റുകളും നേടിയേക്കാം. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതാണ് ഈ സാധ്യതയ്ക്ക് കാരണമെന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം പുരോഗതിയുണ്ടായി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ വോട്ട് ചെയ്യുന്നത്. അതാണ് അടിസ്ഥാനപരമായ കാരണവും. ജാതിയോ ലിംഗഭേദമോ അല്ല, ആളുകൾ ആരോപിക്കുന്ന വിവിധ ഘടകങ്ങളോ അല്ല തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയാണ് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് എന്നും ഭല്ല അവകാശപ്പെട്ടു. അതേസമയം ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന ലോക്നീതി സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസ് നടത്തിയ പ്രീപോൾ സർവേയിൽ നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തെക്കാൾ 12% പോയിന്റ് ലീഡ് BJP നയിക്കുന്ന NDAക്കുണ്ട് എന്നാണ് പറയുന്നത്. സർവേ പ്രകാരം 10-ൽ 4 പേരും BJPയെ പിന്തുണച്ചു എന്നാണ് പറയുന്നത്. സർവേയിൽ കോൺഗ്രസിനും നേരിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും BJPക്ക് കാര്യമായ ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല. പ്രതികരിച്ചവരിൽ പകുതിയിലധികം പേരും BJP സർക്കാരിന്റെ 10 വർഷത്തെ പ്രകടനത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചു. ഇത് മോദി സർക്കാരിന് മറ്റൊരവസരം കൂടി നൽകാനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ 2019 അപേക്ഷിച്ച് സർക്കാരിന്റെ പ്രകടനത്തിൽ സംതൃപ്തരായ വോട്ടർമാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. നഗരപ്രദേശങ്ങൾ BJPക്ക് ഒരു അവസരം കൂടി നൽകുന്നതിന് കുറഞ്ഞ പിന്തുണയാണ് കാണിക്കുന്നതെന്നാണ് സർവേ പറയുന്നത്. 2019 തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ സർവേയിൽ 65% പേർ സർക്കാരിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായി സംതൃപ്തരാണെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ 2024 ഇത് 57% കുറഞ്ഞു. ഒരു പരിധിവരെ അല്ലെങ്കിൽ പൂർണ്ണമായി അസംതൃപ്തരായവരുടെ പങ്ക് 30%-ൽ നിന്ന് 39% വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും മോദിയുടെ വ്യക്തിത്വം നിർണായക ഘടകമായി തുടരുകയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ പകുതിയോളം പേരും രാഹുൽ ഗാന്ധിയേക്കാൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിയെയാണ് പരിഗണിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്.